Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വില്ലേജ് ഏരിയാസിലുള്ള 2025 സ്റ്റിച്ചിങ് ചാർജാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സിറ്റി ഏരിയാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബൊട്ടീക്കിൽ ആ ഒരു റേഞ്ചൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേരുടെ അടുത്തുനിന്ന് തിരക്കിയിട്ട് അവർ പറഞ്ഞ റേറ്റിൽ ഏറ്റവും കൂടിയിട്ടുള്ളതും 2025 ഏറ്റവും കൂടിയിട്ടുള്ള റേറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ വില്ലേജ് ഏരിയാസിലെയും പറയുന്നത്. അപ്പോൾ പലയിടത്തും പല റേറ്റ് ആയിരിക്കും. ഈ ഇയർ ആണെങ്കിൽ തന്നെ പലയിടത്തും പല റേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടിയ റേറ്റാണ് നമ്മൾ വില്ലേജ് ഏരിയാസിൽ ഏറ്റവും കൂടിയ റേറ്റാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയ വില്ലേജ് ആണോ സിറ്റി ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും റേറ്റ് ഉണ്ടോ അതോ കുറവാണോ, ചേഞ്ച് ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ അതും കൂടെ പറയുക. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് അപ്ലോഡ് ചെയ്തേക്കാവേ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സിറ്റി ഏരിയയുടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള റേറ്റും ഈ റേറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കാനാവാത്ത റേറ്റ് തന്നെയാണ് നമുക്ക് കൂടിയിട്ടുള്ളത്. സിറ്റി ഏരിയാസിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ബൊട്ടീക്കിലൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഏരിയയിൽ ചിലപ്പോൾ അത്രയും റേറ്റ് കിട്ടത്തില്ലായിരിക്കും. അത് ഓരോ സ്ഥലത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലൗസിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നോർമലായിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെയാണ്, നമ്മളെല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ളൊരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ് ഞാൻ പറയുന്നത്. വിത്തൗട്ട് ലൈനിങ് 400 രൂപയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ സിറ്റി ഏരിയയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് റേറ്റ് ശരിക്കും കുറവാണ്. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഇത്രയും റേറ്റ് കിട്ടുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ഇത്രയും റേറ്റ് വാങ്ങിക്കുന്ന വില്ലേജ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചത് അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല കേട്ടോ ഇത്. ഒരുപാട് പേര് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ റേറ്റൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ വാങ്ങിക്കുന്നതാണെന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല. നമ്മൾ അന്വേഷിച്ചറിഞ്ഞത് വെച്ചിട്ടാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട്, എനിക്ക് ഇത്ര റേറ്റ് കിട്ടും, ഞാൻ ഇന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ഞാൻ തയ്ച്ചു കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് അല്ല. പിന്നെ ഞാൻ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അങ്ങോട്ട് റേറ്റ് കുറച്ചിട്ട് ഞാൻ കൊടുക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള കൂലി നമ്മൾ എന്തായാലും വാങ്ങിക്കുക തന്നെ ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല അത്. നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോ. ഓക്കെ, നമ്മളപ്പോൾ നോർമൽ ബ്ലൗസിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ബ്രൈഡൽ ബ്ലൗസിൻ്റെ നോക്കാം. ബ്രൈഡൽ ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞ റേറ്റാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതിൽ അത്യാവശ്യം മാർക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ് വില്ലേജ് ഏരിയയിൽ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിലുണ്ടാവില്ല. ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ പെർഫെക്ഷനോട് കൂടിയാണ് അത് തയ്ക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കുള്ള സ്റ്റിച്ചായിരിക്കും അതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ 1500 രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ എക്സ്ട്രാ നമ്മൾ ഫിറ്റിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂടുന്നതായിരിക്കും. ഇനി അടുത്തത് നൈറ്റിയാണ്. നൈറ്റിക്ക് 180 രൂപയാണ് വില്ലേജ് ഏരിയയിൽ വാങ്ങിക്കുന്നത്. നൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വെറൈറ്റി നൈറ്റീസ് ഉണ്ട്. അതിൽ 3 പീസിൻ്റെ റേറ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നോർമൽ നൈറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും 145 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ കട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സാധാ നൈറ്റി ആയിരിക്കും. 140 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് ഫ്രോക്ക് നൈറ്റീസാണ്. ഫ്രോക്ക് നൈറ്റീസിന് അത്യാവശ്യം റേറ്റ് വില്ലേജ് ഏരിയാസിലും അതേപോലെ തന്നെ സിറ്റി ഏരിയാസിലും ഉണ്ട്. കാരണം അതിൽ അത്യാവശ്യം നല്ല വർക്ക് നമുക്കുണ്ട് സാധാരണ ഒരു നൈറ്റീനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. 250 രൂപ മുതലാണ് വില്ലേജ് ഏരിയാസിൽ ഫ്രോക്ക് നൈറ്റിക്ക് റേറ്റ് വരുന്നത്. അത് പല 280 ഉണ്ട്, 260 അങ്ങനെ പല റേറ്റിലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് നൈറ്റി പോലെ തന്നെ എമൗണ്ട് വരുന്നതാണ്. ഫ്രോക്ക് നൈറ്റിയിൽ തന്നെ ഫീഡിങ് വരുന്നതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫീഡിങ് കുർത്തീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നതും ഈ 300+ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് അവർ വർക്കിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ എമൗണ്ട് പറയാം. 300 മുതൽ മുകളിലേക്കാണ് ഫീഡിങ് കുർത്തിക്ക് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നമുക്ക് പണിയുള്ളത് കൊണ്ടാണ്. പിന്നെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന കുർത്തി ഉണ്ടല്ലോ, അത് ചെറിയ വർക്കൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 450 രൂപ 500 രൂപയൊക്കെയാണ് വില്ലേജ് ഏരിയാസിൽ വാങ്ങിക്കുന്നത്. പിന്നെ അത് സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും അതിനേക്കാളും ഒരുപാട് എമൗണ്ട് കൂടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വില്ലേജ് ഏരിയയിൽ ഈ ഒരു റേറ്റാണ് നമുക്ക്
വരുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് സിഗരറ്റ് പാൻ്റാണ്. സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 600 രൂപ മുതൽ 700 വരെയാണ് വില്ലേജ് ഏരിയാസിൽ വാങ്ങിക്കുന്നത്. പിന്നെ പലാസോ ആണെന്നുണ്ടെങ്കിൽ 650 മുതൽ 800 വരെ വാങ്ങിക്കുന്നുണ്ട്. അത് അംബർല പലാസോ വരുന്ന സമയത്താണ് 800 രൂപയിലേക്ക് എത്തുന്നത്. സാധാ പലാസോയ്ക്ക് 650 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പട്ടുപാവാട സെറ്റാണ്. പട്ടുപാവാട സെറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് 850 രൂപയാണ് വാങ്ങിക്കുന്നത്. പാവാടയും ടോപ്പും ഉൾപ്പെടുന്ന ആ ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ അംബർല സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ 600 രൂപയാണ് അംബർല സ്കേർട്ട് തയ്ക്കാൻ വേണ്ടി മാത്രം വരുന്നത്. സ്കേർട്ടിനൊക്കെ ഈ ഒരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ റേറ്റ് നോക്കാം. പ്ലീറ്റഡ് സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് 690 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്ലീറ്റഡ് സ്കേർട്ടിന് 690. ഇനി അടുത്തത് പ്രിൻസസ് കട്ടാണ്. പ്രിൻസസ് കട്ടിന് 1000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. മെൻസിൻ്റെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 700 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുതന്നെ മെൻസിൻ്റെ പാൻറ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ സിമ്പിളായിട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 700 രൂപയാണ് എമൗണ്ട് വാങ്ങിക്കുന്നത്. സാരി ഫോളിന് വേണ്ടിയിട്ട് 200 രൂപയാണ് വാങ്ങിക്കുന്നത്. സാരി ഫോൾ കഴിഞ്ഞ വർഷവും 200 രൂപ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്ത സമയത്ത് 200 രൂപ തന്നെയായിരുന്നു. ഹെമ്മിങ് ഒക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ പെറ്റിക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 210 രൂപയാണ് എമൗണ്ട് വരുന്നത് കേട്ടോ. അനാർക്കലി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1100 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഹാഫ് സർക്കിൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ 700 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഡബിൾ സർക്കിൾ സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ 1150 രൂപയാണ് എമൗണ്ട് വരുന്നത്. കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 700 സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഗൗൺ ആണെന്നുണ്ടെങ്കിൽ 1100 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഗൗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വർക്കൊന്നും ഉള്ള ഗൗണല്ല, സിമ്പിളായിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഒരു പാർട്ടി ഗൗണൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിളായിട്ടുള്ള ഒരു ഗൗണ് സ്റ്റിച്ച് ചെയ്യാനുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ നിങ്ങൾ എക്സ്ട്രാ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ല റേറ്റ് വരും. ആരി വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലൗസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല റേറ്റ് കിട്ടുന്ന ഒരു ടൈമാണിപ്പോൾ. പ്രത്യേകിച്ച് സിറ്റി ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് നമുക്ക് കിട്ടുന്നൊരു പരിപാടിയാണ് ഈ ആരി വർക്ക് എന്ന് പറയുന്നത്. ബ്രൈഡൽ ബ്ലൗസൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കിട്ടും. നമ്മൾ പറയുന്ന റേറ്റ് ചെയ്തിട്ട് അവർ തരും. അവർ പറയുന്നത് പോലെ കസ്റ്റം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററായിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചുരിദാർ സെറ്റിൻ്റെയും കൂടെ പറയാം. ചുരിദാർ സെറ്റിന് പല സ്ഥലങ്ങളിലും പല റേറ്റാണ്. അത് ഒരു ബന്ധവും ഇല്ലാത്ത റേറ്റുകളാണ് കേട്ടോ പല ഗ്രാമപ്രദേശങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് 800 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ 800 രൂപയാണ് വില്ലേജ് ഏരിയാസിൽ ഇപ്പോൾ വാങ്ങിക്കുന്ന ഏറ്റവും കൂടിയ റേറ്റ് ചുരിദാർ സെറ്റിന് വരുന്നത് കേട്ടോ. അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഏരിയയിൽ എത്രയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിട്ടുപോയത് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് പറയുന്നത് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.